ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഈ വർഷം ബിടെക്കിന് ജോയിൻ ചെയ്യാൻ പോകുന്ന കുറച്ച് സ്റ്റുഡൻസ് ഒരു ഡൗട്ട് ചോദിച്ചതാണ്. അതായത് +2 ബയോ സയൻസ് പഠിച്ച് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടർ സയൻസ് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളവരാണ് തോന്നുന്നത്. കമ്പ്യൂട്ടർ സയൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഒന്ന് മാത്സ് ആണ്, ഏത് ഗ്രൂപ്പ് ആണെങ്കിലും. പിന്നെ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഉണ്ടാവും, പിന്നെ ഗ്രാഫിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഉണ്ടാവും. ഗ്രൂപ്പ് സിയിലൊക്കെ ആണെങ്കിൽ മെക്കാനിക്സ് ആണ് ആദ്യം ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് സിവിൽ ആ ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ വരുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ, ഇതാണ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. അപ്പൊ ഇതിൽ മാത്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ട്, അതിന്റെ കുറച്ചും കൂടെ ഹയർ ലെവൽ ആയിരിക്കും. ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്തായാലും പുതിയതായിരിക്കും, അത് നമ്മൾ പുതിയതായിട്ട് പഠിക്കാനുള്ളതാണ്. പിന്നെ ഈ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും +2 അതിന്റെ ഒരു ബേസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. കുറച്ച് ടേംസ് ഒക്കെ അറിയുന്നതായിരിക്കും, പക്ഷെ ബാക്കിയുള്ളതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുള്ളതായിരിക്കും. മെക്കാനിക്കൽ സിവിലൊക്കെ നമ്മൾ ആ സബ്ജക്ട്സ് പുതിയതായിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. അത് ഗ്രൂപ്പ് സിക്കൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറയുന്നത്. അതെല്ലാ ഗ്രൂപ്പിനും കോമൺ ആണ്. അപ്പൊ ഈ +2 ബയോളജി സയൻസ് പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് അവർക്ക് ഒരു 10th ലെവലിൽ പഠിച്ചു കഴിഞ്ഞ ആ ഒരു അറിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചായിരിക്കും ഇവർക്ക് ഈ ആശങ്ക ഉണ്ടാകുന്നത്. ബയോളജി കഴിഞ്ഞത് വരുമ്പോൾ എങ്ങനെയാണ്. എനിവേ നമ്മൾ അറിയാം, +2 കമ്പ്യൂട്ടർ സയൻസ് കഴിയുന്നവർക്ക് അവർ +1ലും +2ലും ആയിട്ട് ഈ പ്രോഗ്രാമിന്റെ ബേസിക്സും കാര്യങ്ങളും ഒക്കെ അവർ പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന സമയത്ത് ബയോളജി സയൻസ് പഠിച്ചു വരുന്ന കുട്ടിയും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു വരുന്ന ഒരു കുട്ടിയും ഒരുമിച്ച് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വരുന്നവർക്ക് എനിവേ ഇത് കുറച്ച് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, എന്തായാലും ആ ഒരു ഈസിനെസ് ഉണ്ടാവും, കാരണം അവർ ഓൾറെഡി പഠിച്ചു വന്ന ഒരു കാര്യത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ബയോളജി സയൻസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ബയോളജി സയൻസ് കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തത്. ഇനി സി പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ കൂടെ ഉള്ളവർ ഈ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വരുന്നവർക്ക് ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും. അവർക്ക് ഈ അൽഗോരിതത്തെ കുറിച്ച് പറയുമ്പോഴും ഓരോ ടേംസ് ഒക്കെ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പ്രോഗ്രാം ഒക്കെ അവർക്ക് കുറച്ചും കൂടെ സ്പീഡിൽ എഴുതും തുടക്കത്തിൽ. പക്ഷെ ആ ഒരു സമയത്ത് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് എന്തായാലും അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ പഠിക്കാനുണ്ട്. അത് നമ്മൾ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള സി പ്രോഗ്രാമിംഗ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് സെമ്മിലാണ് സി പ്രോഗ്രാമിംഗ് വരുന്നത്. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം. അതിന് നമ്മൾ ഒന്ന് കുറച്ചൊരു എഫേർട്ട് എടുത്ത് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പുതിയ സബ്ജക്ട് പഠിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. മേ ബി നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഈ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വരുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരുടെയും കൂടെ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ പ്ലാൻ ചെയ്ത് അവരെ കൂടെ ഇൻവോൾവ് ചെയ്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് അത്ര ഒരു പേടി ഉണ്ട് പ്രോഗ്രാമിംഗ് പെട്ടെന്ന് പഠിക്കാൻ, കാരണം എന്താ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ട്യൂഷനോ ഒക്കെ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സോ ഏതെങ്കിലും പ്രോഗ്രാമിന്റെ ബേസിക്സ് ഒരു കോഴ്സ് എടുത്ത് വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് ഈസി ആവും. സോ അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബയോളജി സയൻസ് കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് വരുന്നത്, അപ്പൊ പ്രോഗ്രാമിംഗ് ബുദ്ധിമുട്ടോ? എല്ലാവർക്കും ചോദിക്കാനുള്ളത് അതാണ്. കാരണം ഈ വർഷം മുതൽ നമ്മൾ ഈ പൈത്തൺ ഒക്കെ എല്ലാ ബ്രാഞ്ചിനും കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എല്ലാ ബ്രാഞ്ചുകാരും പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോളജി ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമിംഗ് ഏത് ബ്രാഞ്ച് ആണെങ്കിലും പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും.
സോ ബിടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് വരെ അതിനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ കംപ്ലീറ്റ് സിലബസ്, എല്ലാ ഗ്രൂപ്പുകാരുടെയും സിലബസിന്റെ ഡിസ്കഷൻ നമ്മളെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാം. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് നമ്മൾ സാമ്പിൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും. നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ലേണിംഗ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ താങ്ക് യു സോ മച്ച്.